ഇന്ന് ഈ അപകട സ്ഥലം മന്ത്രി KB ഗണേഷ് കുമാറും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പരിശോധിച്ചത്. ഈ മന്ത്രി KB ഗണേഷ് കുമാർ ഈ പാതയിലൂടെ വാഹനം ഓടിച്ച് തന്നെ ഈ പ്രദേശത്തെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് പരിശോധിച്ചു. അദ്ദേഹം കണ്ടെത്തിയ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും, ഒന്ന് ടയർ ഈ റോഡ് പരിക്കനാക്കുക, അതോടൊപ്പം തന്നെ ഈ സമീപത്തെ ഓടകൾ ക്ലിയർ ചെയ്ത് അതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തുക. ഈ മണ്ണാർക്കാട് നിന്ന് വരുമ്പോൾ ഇടതുവശത്തുള്ള പാർക്കിംഗ് ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. കാരണം ആ മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്നവർക്ക് ഈ പാർക്കിങ്ങൾ കാണുമ്പോൾ അതൊരു കൺഫ്യൂസിംഗ് ആയി തോന്നും. അവർ വലതുവശം ചേർന്ന് പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഈ ഭാഗത്ത് നിന്ന് ഓട്ടോ സ്റ്റാൻഡ് അടക്കം മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ അപകടം വരുത്തിയ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യും. ഈ പാതയിൽ നടുക്കായി കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ മറ്റൊരു നാടകീയമായ കാര്യങ്ങൾ കൂടി നമ്മൾ മണ്ണാർക്കാട് പനയമ്പാടം വേദിയായി. ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസിന്റെ നിരാഹാര സമരം ഉണ്ടായിരുന്നു. ആ സമരപന്തലിലേക്ക് അദ്ദേഹം നേരിട്ടെത്തുകയും ഇവിടെ അടിയന്തരമായി മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതിനെ തുടർന്ന് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്ക് കമ്മിറ്റി ഈ നിരാഹാരം താൽക്കാലികമായി നിർത്തി. ഇനി അത്തരത്തിലുള്ള ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. കാരണം ഇവിടെ കൈവരി ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഡിവൈഡർ, പിന്നെ അങ്ങനെ ലൈറ്റ്, ആവശ്യത്തിനുള്ള സൈൻ ബോർഡുകളില്ല ലൈറ്റുകൾ. അപ്പോൾ അതിന് വേണ്ട പരിഹാരം പുള്ളി ഉണ്ടാക്കാമെന്നുള്ളത് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുന്നിൽ വെച്ചിട്ട് ഉറപ്പ് വന്നു. പിന്നീട് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട പരിശോധന പാലക്കാട് SP ഇൻചാർജിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധനയാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തി. ഹൈവേ അതോറിറ്റിയുടെ അധികൃതരുണ്ടായിരുന്നു. ഇവർ പരിശോധന നടത്തി. ഇവിടെ എങ്ങനെയാണ് സമഗ്രമായൊരു മാറ്റം ഉണ്ടാവുക? ഇപ്പോൾ പ്രധാനമായും കാണുന്ന, അതായത് ഇന്നലെ അടക്കം യോഗത്തിൽ ചർച്ചയായ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കയറ്റവും വളവും വരുന്ന ഈ പ്രദേശമാണ് ഈ അപകടങ്ങൾക്ക് വേദിയാകുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അപകട കാരണങ്ങളിലൊന്ന്. അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ വേണം. അതോടൊപ്പം തന്നെ ഡിവൈഡറുകൾ സ്ഥാപിക്കണം. അങ്ങനെ പല നിർദ്ദേശങ്ങളും ഇന്നലത്തെ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സാധ്യതകൾ ഇന്നത്തെ ഈ ഒരു പരിശോധനയിൽ ഉണ്ടാകും. ഈ ഉദ്യോഗസ്ഥർ ഈ അപകടം വിലയിരുത്തി എന്താണ് കാരണം, ഇനി എങ്ങനെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ള സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകും. പക്ഷേ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും പരിശോധനകളും ഒക്കെ നടക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. 2021 IIT പാലക്കാട് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ അധികാരികൾക്ക് അറിയാത്തതല്ല. ഇതിനു മുൻപ് നിയമസഭയിൽ ഇത് ചർച്ചയായതാണ്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇത് ചർച്ചയായതാണ്. പക്ഷെ അതിനൊന്നും ഒരു തുടർച്ച, ഒരു പരിഹാരം ഉണ്ടായില്ല. ഇത്തവണ അത് അങ്ങനെ അല്ലാതെ ആകട്ടെ എന്നാണ് നമുക്കൊക്കെ ആശിക്കാം. മൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.